സുഹൃത്തുക്കളെ, നമസ്കാരം. ഇത് MCA നാസറിൻ്റെയും ദാവൂദിൻ്റെയും പ്രവൃത്തികളെ സംബന്ധിച്ചും അത് വിശകലനം ചെയ്തുകൊണ്ടുള്ള 5ാമത്തെ വീഡിയോ ആണ്. ഇതോടുകൂടി അത് അവസാനിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ പറഞ്ഞു വരാൻ ശ്രമിച്ചത് ആദ്യമൊക്കെ ആൾക്കാർക്ക് മറ്റൊന്നാണ് തോന്നിയെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ മിഡിൽ ഈസ്റ്റിൽ, പ്രത്യേകിച്ചും ഗാസയിൽ നടക്കുന്ന കൂട്ടക്കൊലകൾ, മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ, കുഞ്ഞുങ്ങളെപ്പോലും ഒരു ദാക്ഷിണ്യമില്ലാതെ കൊലപാതകങ്ങൾ, ഇതൊക്കെ നടത്തുന്ന ജൂതന്മാരോ അതിനൊക്കെ തന്നെ എക്കാലത്തും ചെറുത്ത് തോൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന, ആ നാട്ടിലേക്ക് വലിഞ്ഞു കയറി വന്ന ആൾക്കാരോട് സന്ധിയില്ലാതെ സമരം ചെയ്യുന്ന അൽ-ഖയ്ദ, ഉൽ-ഖയ്ദ അല്ലെങ്കിൽ ഹമാസ് വാദികളോ അല്ല ഈ യഥാർത്ഥ പ്രശ്നത്തിന് കാരണമെന്നും അത് മുഴുവൻ കുൽസിതമായി മറ്റ് താല്പര്യങ്ങളെ കൊണ്ട് ആ പരിപാടി ശരിക്കും പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നത് മറ്റ് പലരാണെന്നും സൂചിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഉണ്ടായ ഈ വർഗീയ സംഘടനകളുടെ ഒരു ഭാഗത്ത് BJPയുടെയും അല്ലെങ്കിൽ RSSൻ്റെയും ബജ്റംഗ് ദളിൻ്റെയും, മറുഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമി, സലഫികൾ, അങ്ങനെയുള്ള അല്ലെങ്കിൽ ഇപ്പോൾ PDP, എന്തോ കുറേ പേരുകളുണ്ടല്ലോ. ഇതൊക്കെ തന്നെ യഥാർത്ഥത്തിൽ ഇവരൊക്കെ വെറും പപ്പറ്റുകളാണെന്നും ഈ പപ്പറ്റുകളായതിൽ തന്നെ വളരെ ഉറച്ച് എതിർ വിഭാഗങ്ങളെ മുഴുവൻ നശിപ്പിക്കണം എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവരെ ഇന്ത്യയിലെ ഇസ്ലാമിക ഭരണം തന്നെ അതിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളുടെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയിൽ പോലും, അതല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദ വിഭാഗത്തിൽ പോലും 2 ധാരകളുണ്ടെന്നും, ഒന്ന് അതിൽ ഏറ്റവും പ്രബലമായതും ഏറ്റവും പഴക്കമുള്ളതും ഒരു വലിയ പരിധിവരെ സാമ്രാജ്യത്വ വിരുദ്ധമായതുമായ ഒരു ധാര, അതായത് 19ാം നൂറ്റാണ്ടിലെ അവസാനത്തിൽ മരണപ്പെട്ട ജമാലുദ്ദീൻ അൽ അഫ്ഗാനി എന്ന ഒരു ഷിയായാണെന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി പുറത്ത് കാണിച്ചിട്ടില്ല എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിൻ്റെ ധാരയും അതിനു ശേഷം വന്ന ഈ ബ്രിട്ടീഷുകാരുടെയും അമേരിക്കക്കാരുടെയും ആധിപത്യത്തിലുള്ള എണ്ണ സമ്പന്നമായ സൗദി രാജാക്കന്മാരുടെ കീഴിൽ, സൗദി എന്നുള്ളതല്ല, അവിടുത്തെ
ഈ മിഡിൽ ഈസ്റ്റിലെ രാജാക്കന്മാരുടെ കീഴിൽ അവരുടെ പ്രോത്സാഹനത്തിൽ വളർന്നു വന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ, സാമ്രാജ്യത്വ വിരുദ്ധവും പിന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധം, ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സലഫി ആശയങ്ങളും ഇത് രണ്ടിൻ്റെയും കൂടി ഒരു പ്രോഡക്റ്റാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതായത് ജമാഅത്തെ ഇസ്ലാമി ആയിക്കോട്ടെ, RSS ആയിക്കോട്ടെ, ബജ്റംഗ് ദൾ ആയിക്കോട്ടെ, അതിലൊക്കെ തന്നെ രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് സാമ്രാജ്യത്വ വിരുദ്ധമായത്, രണ്ട് അപരമതങ്ങളെ എതിരായിട്ടുള്ള ഒരു ഇത് രണ്ടും യഥാർത്ഥത്തിൽ രണ്ടാമത്തത് പൂർണ്ണമായിട്ടും ഈ അധിനിവേശ ശക്തികളെന്നോ അല്ലെങ്കിൽ കൊളോണിയൽ ശക്തികളോ ഉണ്ടാക്കിയ ഒരു സാധനമാണ്. അത് മറ്റേത് അതിൻ്റെ മുമ്പുള്ളത്. ഇതിലെ ഇവർ തമ്മിലുള്ള അഭിപ്രായം, ഈ രണ്ട് ധാരകളും തമ്മിലുള്ള അഭിപ്രായങ്ങൾ ഇപ്പോൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ബഹിർസ്ഫുരണമാണ് യഥാർത്ഥത്തിൽ നമ്മൾ MCA നാസറുടെ നിഷ്കളങ്കമായ സത്യസന്ധമായ വെളിപ്പെടുത്തൽ, അതായത് VSനെ കുറിച്ചിട്ട് അപവാദം പറഞ്ഞപ്പോൾ കൃത്യമായ കണിശമായ ബോധപൂർവമായ അപവാദം, അതായത് മുസ്ലിം തീവ്രവാദികൾ ഗ്രൂപ്പായ ഏതാണത് PDP എന്തോ ആ സംഘടന ഇന്ത്യയുടെ അല്ലെങ്കിൽ ഭരണം ഇസ്ലാമിലൂടെയാണെന്നും അല്ലെങ്കിൽ ഇന്ത്യ ഇസ്ലാമികമാക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെന്നും അത് മുസ്ലിങ്ങൾ അങ്ങനെ പറയുന്നു എന്ന് വളച്ചൊടിച്ച് പറഞ്ഞതിനെ നിഷേധിച്ചത് യഥാർത്ഥത്തിൽ ഈ രണ്ട് വിഭാഗങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് നമ്മൾ കാണിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞു വന്നത്, ഈ എല്ലാ തീവ്രവാദ സംഘടനകളിൽ പോലും പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് എന്ന കേവലവാദപരമായ സമീപനം ഒഴിവാക്കി സാമാന്യ ആപേക്ഷികതയോടുകൂടി അതിൽ എന്തൊക്കെ നന്മകളുണ്ട്, എന്തുകൊണ്ടാണ് അവരുടെ ലക്ഷ്യത്തിലെ ആത്മാഹൂതിക്ക് വരെ തയ്യാറായുള്ള ജിഹാദികളായിട്ട് നടക്കുന്നതിൽ എന്തൊക്കെ നന്മകൾ അവരിലുണ്ട്, അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യത്തിൽ എന്തൊക്കെ നന്മകളുണ്ട് എന്ന് മനസ്സിലാക്കി അങ്ങനെയുള്ളവരെ പരമാവധി മുഖ്യധാര പുരോഗമന വിപ്ലവ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരണം എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ രണ്ട് ധാരകളെയും വ്യത്യസ്തമായി കണ്ട് അതിനുള്ള കാരണം ഇതാണെന്നും അത് വഴി നമ്മൾ ഇപ്പോൾ നിലവിലുള്ള വർഗീയതക്കൊക്കെ തന്നെ, പ്രത്യേകിച്ച് ഹിന്ദു വർഗീയത എന്നത് RSS ആയിക്കോട്ടെ അല്ലെങ്കിൽ ബജ്റംഗ് ദൾ ആയിക്കോട്ടെ, അവരുടെ കൂടെ നിൽക്കുന്ന എത്രയോ സാധാരണ ഇന്നും മനുഷ്യത്വം പറ്റിയിട്ടില്ലാത്ത മനുഷ്യസ്നേഹം പൂർണ്ണമായിട്ടും സജീവമായി ഉള്ള അവരെയൊക്കെ തന്നെ എന്തുകൊണ്ടാണ് അവർ RSSൻ്റെയും BJPയുടെയും ഈ മതവിദ്വേഷത്തിൻ്റെ മതതീവ്രവാദത്തിൻ്റെ
അപരവിദ്വേഷത്തിൻ്റെ മേഖലയിൽ BJPക്ക് സപ്പോർട്ട് ചെയ്യണത് എന്നത് മനസ്സിലാക്കി അതിൽ അവരുടെ യഥാർത്ഥ ഗ്രീവൻസ് ആണെങ്കിൽ അതിന് വേണ്ട പരിഹാരം കാണണമെന്നും അങ്ങനെയുള്ള ഒരു പരിഹാരത്തിലാണ് യഥാർത്ഥത്തിൽ ഈ ഭരണഘടന, ഈ ബ്രിട്ടീഷുകാരൻ നമുക്കായിട്ട് ഉണ്ടാക്കി തന്ന ഭരണഘടനയിൽ ഒളിപ്പിച്ചു വച്ച വിഷവിത്തുകൾ, അതായത് ഒരു ജനാധിപത്യ മതേതര രാജ്യത്തെ മതങ്ങൾ എന്നത് ഒരു വ്യക്തിപരമായ വസ്തുതയാണെന്നും മറിച്ച് അത് ഒരു പ്രചാരണം നടത്തുന്നതോടുകൂടി പരിവർത്തനത്തിനായിട്ടുള്ള മോഹത്തോടുകൂടി പ്രചാരണം നടത്തുന്നതോടു അത് സാമൂഹ്യവൽക്കരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ മതസ്ഥാപനങ്ങളൊക്കെ തന്നെ യഥാർത്ഥത്തിൽ സ്ഥാപനവൽക്കരിക്കപ്പെട്ടതോടുകൂടി തന്നെ മതപരിവർത്തനവും മതപ്രചാരണവും തന്നെ ഒരു അജണ്ടയാക്കി മാറ്റി മറ്റു ഭാഗങ്ങളിൽ നിന്ന് പണം സ്വരൂപിച്ച് അതിനായിട്ട് ഇവിടെ മുടക്കി ഈ സാധാരണ സാമാന്യ ജനങ്ങളുടെ ഇടയിൽ മുഴക്കി. കാരണം സഹസ്രാബ്ദങ്ങളായി സാമ്പത്തികമായി വളരെ പിന്നിൽ കിടക്കുന്ന ഇന്ത്യൻ സമൂഹങ്ങളിലേക്ക് വന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ആട്ടിൻ പറ്റങ്ങളുടെ ഇടയിലേക്ക് ചെന്നായ്ക്കളെ വിടുന്ന പോലെ വിടാനുള്ള സാധ്യതയും സൗകര്യവും ചെയ്തു കൊടുത്തത് നമ്മളെ ഭരണഘടന തന്നെയാണെന്നും അത് കാരണം അതനുസരിച്ച് പ്രവർത്തിക്കുന്ന, കാരണം ഈ കന്യാസ്ത്രീകളായിക്കോട്ടെ അല്ലെങ്കിൽ അച്ഛന്മാരായിക്കോട്ടെ അവരോട് പറഞ്ഞാൽ അവർ ചെയ്യാതിരിക്കാൻ കഴിയില്ല, അവരുടെ ജോലി അതാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു നേരെ മറിച്ച് ഇങ്ങനെ ഇതിനായിട്ട് നടക്കുന്ന, അതായത് ഇന്ന് സാധാരണ ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ കേരളത്തിലല്ലാത്ത വേറൊരു സ്ഥലത്ത് നടക്കുമ്പോൾ തന്നെ അവരുടെ ഡ്രസ്സിലായിട്ട് നടക്കുമ്പോൾ തന്നെ അവർക്ക് ഭയമാണ് എന്ന് പറയും. അവരവരുടെ ഒരു ജോലിയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് സ്ഥാപനവൽക്കരിച്ച് നമ്മുടെ ഭരണഘടനയിൽ തന്നെ ഉറപ്പുവരുത്തിയിട്ടുള്ള അതിനായിട്ടാണ് അവർ നടക്കുന്നത്. അത് അവരോട് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യാതിരിക്കാൻ അവർക്ക് കഴിയില്ല. പക്ഷേ അവർക്കൊന്നും മറ്റുള്ള മനുഷ്യരെ അവരുടെ മതം മാറ്റണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിട്ടല്ല. ഞാൻ പറഞ്ഞു വന്നത് മതപരിവർത്തനം എന്നത് സാംസ്കാരികമായ ഒരു സമൂഹത്തിൽ സാംസ്കാരികമായി അന്തസ്സും അഭിമാനവും ഒരു സാമൂഹ്യ സ്നേഹവുമുള്ള ഒരു സമൂഹത്തിലും അംഗീകരിക്കുന്നതല്ല. മാത്രമല്ല, ഇന്ത്യ രാജ്യം എന്നത് സാംസ്കാരികമായും മതപരമായുമൊക്കെ ഒരു ഉന്നത നിലവാരം പുലർത്തുന്നതാണ്. പണ്ട് മുതലേ അവിടെയുള്ള ഓരോരുത്തരെ അതിലുള്ള താഴേക്കിടയുള്ള മനുഷ്യരെ, അതും പല പല കാരണങ്ങളാൽ ഭൂമിയുടെ സ്വകാര്യവൽക്കരണം തന്നെ നടക്കാത്ത ഒരു കാലത്ത് ഉത്ഭവിച്ച അങ്ങനെ തന്നെ ജീവിക്കുന്ന പല ഇന്ത്യൻ സമൂഹങ്ങളിലും സ്വകാര്യ സ്വത്ത് എന്നൊരു സാധനം തന്നെ ഒരു പരിധിയിലപ്പുറം ഇല്ല. അങ്ങനത്തെ ഒരവസ്ഥയിൽ അവിടെ വന്നിട്ട് ഈ പല പല സമ്മാനങ്ങളും കൊടുത്ത് ജനങ്ങളെ മതപരിവർത്തനം നടത്തുക എന്നുള്ളതും അത് നടത്താനായിട്ട് ഉപയോഗിക്കുന്ന ഇവർക്കും അതിൽ താല്പര്യം ഉണ്ടായിട്ടില്ല. അതൊക്കെ അജണ്ടയുടെ ഭാഗമായി മേൽഘടകങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ചും ഈ രാജ്യം ഒരിക്കലും
ഒരു ഇൻ്റഗ്രേഷൻ ഉണ്ടാവരുതെന്നും അതെന്നും ഒരു അന്യോന്യം വെറുത്തും പകയോടെയും സംശയത്തോടെയും അന്യോന്യം വീക്ഷിക്കുന്ന ജനതയായിട്ട് നിലനിൽക്കണം എന്നും മോഹമുള്ള സാമ്രാജ്യത്വത്തിൻ്റെ അജണ്ടയാണ്. അതിൻ്റെ ഇരകളോ അതിൻ്റെ ജോലിക്കാരോ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ മതപുരോഹിതന്മാരൊക്കെ. ഇത് നാം മനസ്സിലാക്കി. യഥാർത്ഥത്തിൽ അവരിലുള്ള നന്മ, അവരിലൊക്കെ തന്നെ നന്മയുണ്ട്, സേവന തൽപരതയുണ്ട്. അതിനെ ഉപയോഗിച്ചിട്ടും മനുഷ്യസ്നേഹം എന്ന അവരുടെ ഇതിനെ ഉപയോഗിച്ചിട്ടും അത് അങ്ങനെ അവരെയും കൂടി കൂട്ടിയിട്ട് ഇതിനുള്ള കാരണമായ ഈ നമ്മളെ ഭരണഘടനയിൽ തന്നെ വെള്ളക്കാരൻ നിക്ഷേപിച്ച ചതികൾ മനസ്സിലാക്കി അത് തിരുത്തുക എന്നുള്ളതും. ഇനി അതൊന്നും വേണ്ട. യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണഘടന എങ്ങനെയാണ് ഇതൊക്കെ വന്നത്? എന്തുകൊണ്ടാണ് മൗലികമായ ആവശ്യങ്ങളൊക്കെ തന്നെ അവഗണിച്ചത്? ഈ യഥാർത്ഥത്തിൽ ഉള്ളവന് മാത്രം ഉള്ളവനാവശ്യമുള്ളത് കാര്യം, അതായത് ഉള്ളവനാവശ്യമുള്ളതാണ് സ്വകാര്യ സ്വത്ത്. സ്വകാര്യത്തുള്ളവന് പിന്നെയോ വേണമെന്ന്. അതേപോലെ അഭിപ്രായ സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം, ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഉള്ളവർക്കുള്ളതാണ്. അത് മാത്രം എന്തുകൊണ്ട് വന്നു? സാധാരണ ഒരു മൗലിക മനുഷ്യന്, ശരിക്കും സാധാരണ ഒരു മനുഷ്യന് ആവശ്യമായ മൗലികമായ ആവശ്യങ്ങൾ എന്തുകൊണ്ട് അവഗണിച്ചു? ഇതൊന്ന് പരിശോധിക്കാൻ യഥാർത്ഥത്തിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ട് അതിന് പോയി ഇങ്ങനെ വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് ഇന്നും നമ്മൾ ജനാധിപത്യം എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ ജനാധിപത്യം ഇവിടെ നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് നടക്കാത്തത്? ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഇവിടെ വോട്ടർ പട്ടികയിൽ പിന്നെ എങ്ങനെയൊക്കെയാണ് കൃത്രിമം നടത്താൻ കഴിയുന്നത്? ആരൊക്കെയാണ് കൃത്രിമം നടത്തിയിട്ടുള്ളത്? അതിൻ്റെ വൈപുല്യം എത്ര ഉണ്ട്? അതിനൊരു കമ്മീഷൻ നമുക്ക് വെച്ചൂടെ? മാത്രമല്ല, എന്നിട്ട് എങ്ങനെ നമുക്ക് അതിനെ ഒഴിവാക്കാൻ കഴിയും? ഇന്നത്തെ നിലവിലിരിക്കുന്ന വ്യവസ്ഥതയിൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ അല്ലെങ്കിൽ അബദ്ധങ്ങൾ, തെറ്റുകൾ എങ്ങനെ നമുക്ക് തിരുത്താൻ കഴിയും? അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങളോടും ക്രിസ്ത്യാനികളോടും നേരെ തിരിച്ചും എന്തുകൊണ്ടാണ് ഇത്രയും വിരോധവും? അതിനെന്തുകൊണ്ടാണ് ഈ അപര മതവിരോധത്തിന് കാരണം? ഇതിനെക്കുറിച്ച് നമുക്കൊരു കമ്മീഷനെ വെച്ചുകൂടി. അതിനുള്ള കാരണങ്ങൾ മനസ്സിൽ അത് നാം ഒഴിവാക്കിയല്ലേ വേണ്ടത്? ഞാൻ പറഞ്ഞു വന്നത്, എല്ലാ മതതീവ്രവാദ സംഘടനകളിലും പോസിറ്റീവായതും നെഗറ്റീവായതായ പല ഘടകങ്ങളുമുണ്ട്. അത് മനസ്സിലാക്കാതെ നമ്മൾ പൂർണ്ണമായിട്ടും പുരോഗമന ശക്തികൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആൾക്കാരൊക്കെ പൂർണ്ണമായിട്ടും അതിനെ എതിർക്കുകയാണെങ്കിൽ എന്നും അങ്ങനെ തന്നെ നിൽക്കുള്ളൂ. നേരെ മറിച്ച് മനുഷ്യത്വമുള്ളവരും മനുഷ്യസ്നേഹമുള്ളവരും ഒന്നിച്ച് നിന്ന് എല്ലാവർക്കും സുഖമായിട്ട് ജീവിക്കാനുള്ള എല്ലാം പ്രകൃതിയിൽ ദൈവത്തിൻ്റെതായിട്ടാണെന്നോ ഈ പ്രകൃതിയുടെ ഒരു പ്രയാസം ഇല്ലാതെ ഉള്ള ഇന്ത്യയെ പോലുള്ള രാജ്യത്തിന് സുഖമായിട്ട് ജീവിക്കാനും സുഖമായി പുരോഗതിയിലേക്ക് വെച്ച് കയറാനും ഒരു പ്രയാസമില്ലാന്നും അതിന്
ഈ ധാരകൾ, അതായത് ജമാഅത്തെ ഇസ്ലാമി എന്ന സലഫി ധാരയിൽ തന്നെ ഉള്ള പോസിറ്റീവായിട്ടുള്ള വസ്തുക്കളെയും നെഗറ്റീവായിട്ടുള്ള വസ്തുക്കളെയും തിരിച്ചറിഞ്ഞ് അവരെ കൂടുതൽ സാർത്ഥകമായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നാം മുന്നോട്ട് നീങ്ങണം എന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. എന്തായാലും ഈ MCA നാസറുടെയും ദാവൂദിൻ്റെയും ആക്ഷനുകൾ ഇത് കൃത്യമായിട്ട് വ്യക്തമാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് രണ്ടുപേരോടും നന്ദി പറയുന്നു. കാരണം അവർ രണ്ടുപേരും ഒരു വ്യക്തികളാണെങ്കിലും വ്യക്തികളായിട്ടല്ല, അവരവരുടെ ഒരു വലിയ പ്രവാഹത്തിൻ്റെ മുൻനിരയിലുള്ള രണ്ട് പേരാണ് എന്നും അവരോട് വ്യക്തിപരമായി യാതൊരുവിധ സ്നേഹമോ വിദ്വേഷമോ ഇല്ല എന്നും അത് അവരെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമാണ്, ഇതിൻ്റെ ഇത് വ്യക്തമാക്കാൻ വേണ്ടി മാത്രമാണ് അവർ പേരുകൾ പറഞ്ഞതെന്നും അവർ പേരുകൾ പറഞ്ഞതിൽ വിഷമമുണ്ടെങ്കിൽ അത് മറ്റ് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറഞ്ഞു പോയതാണെന്നും എന്ന് മനസ്സിലാക്കി ഈ നമ്മുടെ സമൂഹത്തിൻ്റെ കൃത്യമായ മതേതരമായ എല്ലാ മതങ്ങളിലും ഇവിടെ സന്തോഷത്തോടു കൂടി നിലനിൽക്കുന്ന, ആഹ്ലാദിക്കുന്ന, ഓരോരുത്തർക്കും തൻ്റെ മതത്തിൽ വിശ്വസിച്ച് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യേണ്ട മറ്റുള്ളവരുടെ തലയിൽ കയറുന്നില്ല, അങ്ങനെ ചെയ്യുന്ന ഒരു സമൂഹമായിട്ട് നിലനിൽക്കണമെന്ന്, അതിനായിട്ട് നമ്മൾ കൂട്ടായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ യാതൊരു സംശയവും വിചാരിക്കേണ്ട, ഇവിടെ ലോകത്തിൽ തന്നെ ആരെക്കാളും സമ്പന്നമായിട്ട് ജീവിക്കാൻ വേണ്ടതെല്ലാം പ്രകൃതി നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ടെന്നും ഇന്ത്യക്കാർക്ക് ഒരുക്കിയിട്ടുണ്ടെന്നും മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. ഈ ശാസ്ത്രത്തിൻ്റെ പ്രാഥമിക ബോധം ഉണ്ടായാൽ തന്നെ അത് മനസ്സിലാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിർത്തട്ടെ. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.